നമസ്കാരം. 16ാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം സമാപിച്ചപ്പോൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിൽ വലിയ മെല്ലപ്പോക്കെന്ന് സഭാരേഖകളിൽ നിന്നും വ്യക്തം. മെയ് 21 മുതൽ ജൂലൈ 1 വരെയായി 13 ദിവസങ്ങളാണ് സഭ സമ്മേളിച്ചത്. നിയമസഭാ ചട്ടങ്ങൾ പ്രകാരം സഭ സമ്മേളിക്കുന്ന ദിവസങ്ങളിലെ ആദ്യത്തെ 1 മണിക്കൂറാണ് ചോദ്യോത്തരവേളയ്ക്കായി മാറ്റിവെക്കുന്നത്. ഒരു ദിവസം പരമാവധി 30 നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ നേരിട്ട് സഭയിൽ മറുപടി പറയാനുണ്ട്. ഇത്തരത്തിൽ 6 ദിവസങ്ങളിലായി 180 ചോദ്യങ്ങളാണ് ഇത്തവണ സഭയിൽ വന്നത്. എന്നാൽ സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും നിയമസഭ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ കാര്യത്തിലാണ് മറുപടി നൽകുന്നതിൽ വലിയ വീഴ്ച വന്നിരിക്കുന്നത്. ഒരു നിയമസഭാ അംഗത്തിന് ഒരു ദിവസം പരമാവധി 7 ചോദ്യങ്ങൾ വരെ ഉന്നയിക്കാൻ അനുവാദമുണ്ട്. ഇത്തരത്തിൽ സഭാംഗങ്ങൾ ഉന്നയിച്ച മൊത്തം 1678 ചോദ്യങ്ങളിൽ 941 എണ്ണത്തിന് മാത്രമാണ് ഇതുവരെയായി മന്ത്രിമാർ ഉത്തരം നൽകിയിരിക്കുന്നത്. 737 ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി ലഭിക്കാനുണ്ട്. അതായത് ആകെ ചോദ്യങ്ങളുടെ 56.1% മാത്രമാണ് ഉത്തരം നൽകി പൂർത്തിയാക്കിയത്. ഓഫീസുകളിൽ ആവശ്യത്തിന് സ്റ്റാഫുകളില്ലാത്തതാണ് നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങൾക്ക് കൃത്യസമയത്ത് മറുപടി തയ്യാറാക്കി നൽകുന്നതിൽ വലിയ മെല്ലപ്പോക്കുണ്ടാകാൻ പ്രധാന കാരണം. വിവിധ വകുപ്പുകളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ക്രോഡീകരിച്ച് മറുപടി തയ്യാറാക്കേണ്ട ജീവനക്കാരുടെ കുറവ് ഭരണപരമായ ഈ സ്തംഭനത്തിന് ആക്കം കൂട്ടുന്നു. അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളും അതിന് ലഭിച്ച മറുപടികളും വിശകലനം ചെയ്യുമ്പോൾ ചില മന്ത്രിമാർ ചോദ്യങ്ങൾക്ക് 100% മറുപടി നൽകിയപ്പോൾ മറ്റു ചിലരുടെ ചോദ്യങ്ങൾക്ക് ഒന്നിനുപോലും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നു. 100% മറുപടി നൽകിയ മന്ത്രിമാർ കെ.എ. തുളസി, മോൻസ് ജോസഫ് എന്നിവരാണ്. മികച്ച ശതമാനം നിലനിർത്തിയവർ ഷിബു ബേബി ജോണും സണ്ണി ജോസഫും ബിന്ദു കൃഷ്ണയുമാണ്. അതേസമയം എം ലിജു, ടി സിദ്ദിഖ്, റോജി എം ജോൺ എന്നിവർ ഉന്നയിച്ച ഒരൊറ്റ ചോദ്യത്തിന് പോലും മറുപടി ലഭ്യമായിട്ടില്ല. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ 232 ചോദ്യങ്ങളിൽ 180 എണ്ണത്തിനും മറുപടി നൽകിയിട്ടില്ല. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് മൂലമുള്ള കാലതാമസം കാരണം ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് കൃത്യസമയത്ത് മറുപടി ലഭിക്കാത്തത് സഭയുടെ സുഗമമായ പ്രവർത്തനത്തെയും ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകളെയും ബാധിക്കുന്നു എന്ന ആക്ഷേപം ഇതിനോടകം ശക്തമായിട്ടുണ്ട്. ഇനിയും മറുപടി ലഭിക്കാനുള്ള 737 ചോദ്യങ്ങൾക്ക് സ്റ്റാഫുകളുടെ കുറവ് പരിഹരിച്ച് എത്രയും വേഗം മറുപടി ലഭ്യമാക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്.